നമസ്കാരം. തമിഴ്നാട്ടിലെ ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് അണ്ണാമലൈ. കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങിയത്. എന്തായാലും ഏപ്രിൽ 29-നാണ് തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയുടെ ആദ്യഘട്ടമാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത്. അതിൽ അണ്ണാമലൈയുടെ പേരുണ്ടായിരുന്നില്ല. അണ്ണാമലൈ ബി.ജെ.പിയുടെ ഏറ്റവും പ്രമുഖനായ നേതാവാണ്, സംസ്ഥാന അധ്യക്ഷനായിരുന്ന നേതാവാണ്. അദ്ദേഹത്തെ കേന്ദ്ര നേതൃത്വത്തിന് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അണ്ണാമലൈ അവിടെ നിന്ന് മാറ്റി, സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റി ദേശീയ തലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ദേശീയ തലത്തിൽ ഇപ്പോഴും അദ്ദേഹത്തിന് യാതൊരു ചുമതലയും നൽകിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചേക്കും അണ്ണാമലൈ എന്നൊരു ശ്രുതി ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യഘട്ട പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേരുമില്ല. അതോടുകൂടി അണ്ണാമലൈ ബി.ജെ.പി രാഷ്ട്രീയത്തോട് വിട പറയുന്നു എന്നൊരു അഭ്യൂഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായിരുന്നു. നമുക്കറിയാം, അണ്ണാമലൈ ഒരു IPS ഉദ്യോഗസ്ഥനായിരുന്നു. വളരെ സാധാരണപ്പെട്ട കുടുംബത്തിൽ ജനിച്ച്, ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച്, തൻ്റെ ജീവിത സാഹചര്യങ്ങളോട് പോരാടി വളരെയധികം മികച്ച അക്കാഡമിക് മികവ് സ്വന്തമാക്കിക്കൊണ്ട് ഉന്നതങ്ങൾ താണ്ടിയ, സിവിൽ സർവീസ് പരീക്ഷ വരെ പാസ്സായി IPSലേക്ക് വന്ന വളരെ തിളക്കമാർന്ന ഒരു പദവിയിലിരുന്ന വ്യക്തിയാണ് അണ്ണാമലൈ. അങ്ങനെയുള്ള അണ്ണാമലൈയാണ് ഇടയ്ക്ക് വെച്ച് പദവികളിൽ നിന്നൊക്കെ രാജിവെച്ച്, തൻ്റെ സർക്കാർ ഉദ്യോഗം രാജിവെച്ച്, അതും ഉന്നത ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം രാജിവെച്ച് ബി.ജെ.പിയിലേക്ക് വന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി പുതിയൊരു ഭാരതം നിർമ്മിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയേകാനാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിക്കണമെന്നും ബി.ജെ.പിയിൽ ചേരണമെന്നും ആഗ്രഹിച്ചതും അത് ചെയ്തതും. അതിനുശേഷം ബി.ജെ.പി അദ്ദേഹത്തിന് വളരെ കൃത്യമായ ചുമതലകൾ നൽകി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് അണ്ണാമലൈയുടെ നേതൃത്വത്തിലാണ് തമിഴ്നാട് രാഷ്ട്രീയം മുന്നോട്ട് പോയത്, ബി.ജെ.പിയുടെ തമിഴ്നാട് രാഷ്ട്രീയം മുന്നോട്ട് പോയത്. മാത്രമല്ല, അണ്ണാമലൈ അവിടെ ഒരു വലിയ മുന്നേറ്റം ബി.ജെ.പിക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തു. ദ്രാവിഡ പാർട്ടികളുടെ ഈറ്റില്ലമാണ്, ദ്രാവിഡ പാർട്ടികളുടെ ഉരുക്ക് കോട്ടയാണ്. അവിടെ കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ പോലും തിരുവായ്ക്ക് എതിർവായില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. AIADMKയും അതുപോലെ തന്നെ DMKയും പറയുന്നത് കേട്ടനുസരിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു വിധി. ആ ഒരു ഉരുക്ക് കോട്ടയിലേക്കാണ് ബി.ജെ.പി ദേശീയ ചിന്താധാരയുമായി തമിഴ്നാട്ടിലേക്ക് കടന്നു പോകുന്നത്. അവിടെ അണ്ണാമലൈ ബി.ജെ.പിക്ക് വേണ്ടി ഒരുക്കിയെടുത്ത ഒരു ഇക്കോ സിസ്റ്റം, അത് ചരിത്രത്തിൽ ഒരു ദിവസവും ഒരു നാളും തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്ന കാര്യമല്ല. എന്തായാലും ഒരു പുതിയ രാഷ്ട്രീയത്തിന്, ഒരു പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കാൻ അണ്ണാമലൈക്ക് അവിടെ സാധിച്ചു. പക്ഷേ ചില രാഷ്ട്രീയ സമവാക്യങ്ങൾ എന്തായാലും അണ്ണാമലയെ വരിഞ്ഞു കെട്ടാൻ പല രാഷ്ട്രീയ പാർട്ടികളിലെയും പലരും തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ പൂർണ്ണമായി വിജയത്തിലെത്തിക്കാൻ സാധിച്ചില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഒരു സീറ്റ് പോലും തമിഴ്നാട്ടിൽ നേടാൻ കഴിഞ്ഞില്ല. പക്ഷേ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വർധനവുണ്ടായി. പിന്നീട് അവിടെ NDA സഖ്യത്തിലുണ്ടായിരുന്ന അണ്ണാ DMKയെ മാറ്റിക്കൊണ്ട്, ആ സഖ്യത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കണം എന്നതായിരുന്നു അണ്ണാമലൈയുടെ ഒരു തീരുമാനം. അങ്ങനെയായിരുന്നു അദ്ദേഹം നയങ്ങൾ രൂപപ്പെടുത്തിയത്. അതിന് കേന്ദ്ര നേതൃത്വം അന്ന് തന്നെ നോ പറഞ്ഞതാണ്. പരമാവധി അണ്ണാ DMKയെ ഒപ്പം നിർത്തണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിന് സാധിച്ചില്ല. അണ്ണാമലൈയും അതുപോലെ തന്നെ അണ്ണാ DMKയും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അണ്ണാമലൈ അവിടെ ഉണ്ട് എങ്കിൽ NDAയിലേക്ക് ഇല്ല എന്ന് AIADMK തീർത്തും പറയുന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല പാർട്ടിക്ക്. അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് തമിഴ്നാട്ടിലൊരു തിരുത്തൽ വരുന്നു. അവിടെ NDA സഖ്യമുണ്ടാകണം, അത് ശക്തമാകണം എന്ന് NDA നേതൃത്വം അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അണ്ണാമലയെ അവിടെ നിന്നും മാറ്റി കേന്ദ്ര നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ AIADMKയെ NDAയിലേക്ക് എത്തിക്കുന്നതും. എന്തായാലും AIADMK നേതൃത്വം നൽകുന്ന NDAയും അതുപോലെ തന്നെ DMK നേതൃത്വം നൽകുന്ന മുന്നണിയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാകും തമിഴ്നാട്ടിൽ നടക്കുക എന്ന് വ്യക്തമാണ്. പക്ഷേ അവിടെയും മുൻതൂക്കം DMK സഖ്യത്തിന് തന്നെയാണ്. എന്തായാലും തമിഴ്നാട്ടിൽ ആ ഒരു രാഷ്ട്രീയ പ്രചരണങ്ങളൊക്കെ കൊഴുക്കുന്ന സാഹചര്യത്തിലാണ് അണ്ണാമലൈ ബി.ജെ.പി വിടുന്നുവോ എന്നൊരു അഭ്യൂഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാധ്യമങ്ങളെങ്കിലും റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ അതിനൊന്നും അടിസ്ഥാനമില്ല. താൻ അതിശക്തമായി തന്നെ ബി.ജെ.പിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞിരിക്കുകയാണ് അണ്ണാമലൈ. ഈ അഭ്യൂഹങ്ങൾക്കെല്ലാം അണ്ണാമലൈ തന്നെ വിരാമമിടുകയാണ്. അദ്ദേഹം ചെന്നൈയിൽ വെച്ച് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നു. മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഈ കാര്യം പറയുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താനില്ല, അത് തൻ്റെ മാത്രം തീരുമാനമായിരുന്നു. വ്യക്തിപരമായ കാരണങ്ങളാൽ ഈ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അത് പാർട്ടിയെ അറിയിച്ചു. അതുകൊണ്ട് തന്നെ ഇനി പാർട്ടി സീറ്റ് തന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. തൻ്റെ അഭ്യർത്ഥന അതുപോലെ സ്വീകരിച്ചതിനും തൻ്റെ അഭ്യർത്ഥന മാനിച്ച് സീറ്റിലേക്ക് തന്നെ പരിഗണിക്കാത്തതിനും നന്ദിയുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല,
BJPയുടെ ക്യാമ്പയിനിങ്ങിൽ അതിശക്തമായ സാന്നിധ്യമായി അദ്ദേഹം ഉണ്ടായിരിക്കും എന്നും പറയുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ എത്തിയിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലെത്തിയിരുന്നു. കണ്ണൂരിൽ നിന്നും തിരിച്ച് ചെന്നൈയിലെത്തിയ ശേഷമാണ് മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ പരക്കുന്ന അഭ്യൂഹങ്ങൾ വാസ്തവ വിരുദ്ധമാണ്. താൻ ഒരിക്കലും പാർട്ടി വിട്ട് പോകാനോ അല്ലെങ്കിൽ ഇതുവരെ അങ്ങനെ ഒരു നീക്കങ്ങൾ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. മാത്രമല്ല പാർട്ടിയുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും. പാർട്ടി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനായി മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും. കേരള രാഷ്ട്രീയവും തമിഴ്നാട് രാഷ്ട്രീയവും മാറുകയാണ്. വലിയൊരു മാറ്റം തമിഴ്നാട്ടിലുണ്ടാകും. തമിഴ്നാട്ടിലെ NDA മുന്നണി സർക്കാർ ഉണ്ടാക്കും എന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.